أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുന്നാസ്. ഈ സൂറത്ത് മദീനയിൽ ഇറങ്ങിയ സൂറത്താണ്. സൂറത്തുൽ ഇഖ്ലാസ് അതുപോലെ തന്നെ സൂറ ഫലഖ് എന്നീ രണ്ട് സൂറത്തുകളും സൂറ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. എന്നാൽ സൂറത്തുന്നാസിൽ റഹ്മാനിയത്ത്, റഹീമിയത്ത്, മാലിക്കി യൗമിദ്ദീൻ അതുപോലെ വലദ്ദാല്ലീൻ എന്നീ വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത്. റബ്ബുന്നാസ്, ഇലാഹിന്നാസ് എന്നിവ അള്ളാഹുവിൻ്റെ സിഫത്തായ റഹ്മാനിയത്ത് അഥവാ കാരുണ്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. റഹ്മാനിയത്ത് എന്ന സിഫത്ത് വളരെ വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു സിഫത്താണ്. എല്ലാ സൃഷ്ടിജാലങ്ങളുമായിട്ടാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് മനുഷ്യനുമായാണ് ഈ സിഫത്തിന് ബന്ധമുള്ളത്. ചില സമയങ്ങളിൽ അള്ളാഹു ശത്രുക്കളിൽ പോലും കരുണ ചൊരിയുന്നു. ഒരാടിനെയോ അല്ലെങ്കിൽ കാളയെയോ പരിപാലിക്കുന്നത് കൊണ്ട് മാത്രം അള്ളാഹുവിൻ്റെ സിഫത്ത് റഹീമിയത്ത് പ്രകടമായി കൊള്ളണം എന്നില്ല. അള്ളാഹുവുമായി ശത്രുത പുലർത്തിയ അബൂജഹൽ അതുപോലെ അള്ളാഹുവിനെ ചീത്ത വിളിച്ചിരുന്ന ഫിർഔനിൽ ചിലപ്പോൾ റഹ്മാനിയത്ത് ഇറങ്ങിയേക്കാം. ചില മനുഷ്യർ സൽക്കർമ്മകാരികളായിരിക്കാം, എന്നാൽ ചിലർ ശത്രുക്കളായിരിക്കാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ശത്രുക്കളിലും റഹ്മാനിയത്ത് എന്ന സിഫത്ത് പ്രകടമായി കാണാം. സൂറ ബനി ഇസ്രായീലിലെ 21-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, കുല്ലൻ നുമിദ്ദു ഹാഉലായി വഹാഉലായി മിൻ അതാഇ റബ്ബിക. അതായത് നാം എല്ലാവരെയും സഹായിക്കുന്നു, വിശ്വാസികളെയും അവിശ്വാസികളെയും. വമാ കാന അതാഉ റബ്ബിക മഹ്ഫൂറ. നിന്റെ റബ്ബിൻ്റെ ഔദാര്യം ആർക്കും തടയാൻ സാധ്യമല്ല. റഹ്മാനിയത്ത് എന്ന സിഫത്ത് ഒരു പരിപൂർണ മനുഷ്യനെ തിരിച്ചറിയിപ്പിക്കുന്നു. നോക്കുക, അബൂജഹൽ എത്രത്തോളം ശത്രുത പ്രകടിപ്പിച്ചിരുന്ന ആളായിരുന്നു. എന്നിട്ടും അള്ളാഹു അദ്ദേഹത്തോട് കാരുണ്യത്തോടെ പെരുമാറി. ഫിർഔൻ എത്രത്തോളം കഠിനമായ ശത്രുതയാണ് വെച്ച് പുലർത്തിയിരുന്നത്. എന്നിട്ടും അള്ളാഹു അദ്ദേഹത്തോടും കരുണ കാണിക്കുകയുണ്ടായി. അവരുടെ ജീവിത സമയത്തല്ല കാരുണ്യം കാണിച്ചത്, മറിച്ച് അവരുടെ അവസാന ദുആകൾ അള്ളാഹു സ്വീകരിക്കുകയുണ്ടായി. ഫിർഔൻ മരണസമയത്ത് വിശ്വാസം പ്രകടിപ്പിച്ചു, തൻ്റെ മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആത്മാവിനല്ല ശരീരത്തിന് മോക്ഷം നൽകുകയുണ്ടായി. അതേപോലെ അബൂജഹൽ ദുആ ചെയ്തു, അള്ളാഹുവെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെങ്കിൽ എന്നിൽ കല്ല് വർഷിപ്പിക്കണമേ. നോക്കുക, അദ്ദേഹം വധിക്കപ്പെടുന്ന ബദർ യുദ്ധാവസരത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ഒരു പിടി മണൽ വാരി ശത്രു സൈന്യത്തിന് നേരെ എറിയുകയുണ്ടായി. പിന്നീട് മലക്കുകൾക്ക് അള്ളാഹു കൽപ്പന നൽകിയതനുസരിച്ച് ഒരു കൊടുങ്കാറ്റ് തന്നെ അവരുടെ മേൽ വർഷിക്കപ്പെട്ടു. ഇവിടെ ശരീരത്തിന് മോക്ഷം ലഭിച്ചതുകൊണ്ട് ഫിർഔന് ഒരു പ്രയോജനവും കിട്ടിയില്ല. അതുപോലെ കല്ല് വർഷിക്കപ്പെട്ടതുകൊണ്ട് അബൂജഹലിനും ഒരു പ്രയോജനവും ലഭിച്ചില്ല. പക്ഷേ അവിടെ ശത്രുക്കളിൽ അള്ളാഹുവിൻ്റെ റഹ്മാനിയത്ത് എന്ന സിഫത്ത് പ്രകടമാകുന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ റഹ്മാനിയത്ത് എന്ന സിഫത്ത് അള്ളാഹു മനുഷ്യനിലാണ് പ്രകടമാക്കുന്നത്. ചീത്ത പറയുന്നവരുടെ നാവിൽ പോലും രക്ത ഓട്ടം നടക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മാനിയത്ത് എന്നുള്ള ആ സിഫത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. മലിക്കിന്നാസ് എന്ന ആയത്തും റഹ്മാനിയത്ത് എന്ന അള്ളാഹുവിൻ്റെ സിഫത്തിലേക്ക് വെളിച്ചം വീശുന്നു. സ്ഥായിയായ ഒരു അനുഗ്രഹം നൽകുക എന്നത് അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന ഒന്നാണ്. ഹസ്രത്ത് ദാവൂദ് അലൈഹി ഇസ്ലാം പറയുന്നു, ഞാൻ യുവാവായിരുന്നു, അതുപോലെ വൃദ്ധനായി. ഈ കാലയളവിൽ ഒന്നും തന്നെ സത്യസന്ധരായവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ തലമുറയിൽ ആരും തന്നെ ഭിക്ഷയാചിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതായത് സൽക്കർമ്മകാരികളായ ആളുകളുടെ തലമുറകളെ അള്ളാഹു സംരക്ഷിക്കുന്നതാണ്. മലിക്കിന്നാസ് എന്ന ആയത്തും അള്ളാഹുവിൻ്റെ റഹീമിയത്ത് എന്ന സിഫത്ത് പ്രകടമാക്കുന്നു. ഇലാഹിന്നാസ് എന്നത് മാലിക്കി യൗമിദ്ദീൻ എന്ന വചനത്തിലേക്കുള്ള സൂചനയാണ് നൽകുന്നത്.
അതുപോലെ തന്നെ വലദ്ദാല്ലീൻ എന്നതിലേക്കും സൂചന നൽകുന്നുണ്ട്. അതായത് അവസാന കാലത്തുണ്ടാകുന്ന ക്രിസ്തീയ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൂചനയാണിത്. കാരണം മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അദ്ദാല്ലീൻ എന്നതിൻ്റെ പ്രകടനമാണ് ക്രിസ്തീയ സമൂഹം. ളാൽ അതുപോലെ മഗ്ലൂബ് എന്നതിലുള്ള വ്യത്യാസം ഇപ്രകാരമാണ്. മഗ്ലൂബ് എന്നത് ശക്തിയും വടിയും ഉപയോഗിച്ച് നടത്തുന്നത്, എന്നാൽ ളാൽ എന്നത് തെളിവുകൾ നിരത്തി നടത്തുന്ന പ്രവൃത്തിയാണ്. അതായത് ക്രിസ്തീയ പാതിരിമാർ നടത്തുന്ന പ്രവൃത്തികൾ, അവർ പറയുന്നു ക്രിസ്തുമതം നല്ല മതമാണ്, ഇസ്ലാം സ്ത്രീകളുടെ മുകളിൽ കഠിനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന മതമാണ്. ഇക്കൂട്ടർ ആളുകളുടെ ഇടയിൽ ദുർബോധനം നടത്തുകയാണ് ചെയ്യുന്നത്. അവർ ഒരു അക്രമവും നേരിട്ട് ചെയ്യുന്നില്ല, എന്നാൽ അവർ ആളുകൾക്കിടയിൽ ദുർബോധനം നടത്തുകയാണ് ചെയ്യുന്നത്. ഖന്നാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ്. ഒരു യൂറോപ്യൻ എഴുത്തുകാരനുണ്ടായിരുന്നു, വലിയ പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് പലരും വഴികേടിലായിരുന്നു. അദ്ദേഹം നേരിട്ട് ആരെയും മർദ്ദിക്കാറില്ല, ആരെയും വധിക്കാറുമില്ല. പക്ഷേ എഴുത്തിലൂടെ അദ്ദേഹം ആളുകളെ നശിപ്പിച്ചുകൊണ്ടിരുന്നു. യുവസ്വിസ് ഫീ സുദൂരിന്നാസ്, ഹൃദയത്തിൽ ദുർബോധനം നടത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മിനൽ ജിന്നത്തി വന്നാസ്, ഇതിൽ അവർ വലിയവരെയും ചെറിയവരെയും ഉൾപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവസാന 3 സൂറത്തുകളിൽ അള്ളാഹു വിവരിച്ചിരിക്കുന്നത്. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.